ഹലോ, എല്ലാവരും സദസ്സിലേക്ക് കടന്നിരിക്കണമെന്ന് അറിയിക്കുന്നു. ഭാരതത്തിലുടനീളം ഈ 9 ദിവസം, ഇന്ന് തുടങ്ങുന്ന 9 ദിവസം വളരെ പ്രധാനമാണ്. എല്ലാ സ്ഥലങ്ങളിലും നവരാത്രി ആഘോഷങ്ങൾ ഇന്ന് തുടങ്ങുകയാണ്. അതിന്റെ ഭാഗമായി നമ്മുടെ ക്ഷേത്രത്തിലും നവരാത്രി ആഘോഷം ഇന്ന് തുടക്കം. ആദ്യത്തെ ദിവസം ഇന്നു മുതൽ 9 ദിവസവും നമ്മുടെ വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം അതിൻ്റെ തുടക്കമാണിന്ന്. നാരായണീയ പാരായണം ഒരു ദിവസം സമ്പൂർണ്ണ നാരായണീയമാണ്. അത് 18-ാം തീയതിയാണ്. ഇന്ന് മുതൽ എല്ലാ ദിവസവും ലളിത സഹസ്രനാമ പാരായണമാണ് എല്ലാ ദിവസവും ഉള്ളത്. അതിൻ്റെ ശുഭാരംഭമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഗുരുദേവ ചിത്രത്തിന് മുമ്പിൽ വിളക്ക് തെളിയിച്ചുകൊണ്ട് നമുക്ക് തുടക്കാം. വിളക്ക് തെളിയിക്കുന്നതിന് നമ്മുടെ ആരാധ്യനായ പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. മറ്റേ ഗുരുദേവന്റെ സജീവ മറ്റേ വിളക്ക് അത് വിളക്ക് അതിട്ടില്ലേ ഏതോ ലളിത ഇതിൻ്റെ അതിൻ്റെ വിളക്ക് വെച്ചിട്ടുണ്ട്. കാരണം അല്ലേ അതെ ദേവനിന്മഹിമയാർന്ന കോവിലിൽ പാവന പ്രഭയഴും വിളക്കിത സാവധാനമടിയൻ കൊളുത്തിനെ അല്പമെങ്കിലും അതിൻ പ്രഭാകുരം തൽപതേരുൾ തുറന്നു മെല്ലവേ ശില്പരമ്യ പദപീഠഭൂമിൽ നിന്നുൽഭവിച്ചു തിരുമേയിലെത്തണേ സ്തേമയാർന്ന മണിഭൂഷണത്തിലും തൂമനോറ്റ മലർമാല തന്നിലും ഹേമ വിഗ്രഹമരീചി തേടുമീ കോമള പ്രഭ തിളങ്ങണേ വിഭോ മാറ്റി നിന്നുഹര സമ്മറച്ചതിൽ പോറ്റി പുൽകരുതു തൂമരേഖകൾ മാറ്റിയെന്ന മണിവാതിലൂടെയും കാറ്റിലാടരുതിരിൻ ശിഖാഞ്ചലം ചേർത്തി നിന്നൊളി തെളിഞ്ഞു പൊങ്ങിനെ വാർത്തിടായിലുമെരിഞ്ഞു മേൽക്കുമേൽ നേർത്തദീശമിഴിയഞ്ചിടുന്ന മൂർത്തി മുൻപു നിഴൽ നീങ്ങി വിൽക്കണേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. അടുത്തതായി ലളിത സഹസ്രനാമ പാരായണത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് നമ്മളിൽ ഒരാളായതും ഗുരുസ്ഥാനീയനുമായ നമ്മുടെ ശ്രീ വിശ്വനാഥൻ അവർ ഉണ്ട്. അദ്ദേഹം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും നവരാത്രി ആഘോഷത്തിൻ്റെയും ലളിത സഹസ്രനാമ പാരായണത്തിൻ്റെയും മഹത്വത്തെപ്പറ്റി നമ്മളോട് 2 വാക്ക് സംസാരിക്കുകയും ചെയ്യും. പരിപാടിയുടെ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. വിളക്ക് കൊളുത്തി ഉദ്ഘാടന കർമ്മത്തിന്.
ദൈവമേ കാതുകൾ തങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ പ്രവർത്തിക്ക് ഒരാവിവൻ തോണി നിൻപദം ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ഋതുപോലുള്ള നിന്നില സ്പന്ദമാകണം അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയുന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിന്മഹിമയും നീയുമെന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാരിനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയുമോക്കും നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ലളിതാസഹസ്രനാമത്തിന്റെ ഈ നവരാത്രി ആഘോഷങ്ങൾ വെച്ചിട്ട് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്ന ലളിതാസഹസ്രനാമത്തിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ നമ്മൾ വിശ്വാസത്തെ ക്ഷണിക്കുക. അദ്ദേഹത്തിനെ പ്രത്യേകം വലിയ പെടുന്ന ആവശ്യമില്ല. അദ്ദേഹം മുൻപ് വൈദ്യുതിയാണ്. പിന്നെ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ പോയി വളരെ എക്സ്പീരിയൻസുള്ള ആളാണ്. ഞാൻ ഒരാളുമായിട്ട് വലിയ ബന്ധമുള്ള ഒരാളല്ല, അതുകൊണ്ട് ഞാനൊന്നും കൂടുതൽ സംസാരിക്കുന്നില്ല. ഏതായാലും ഈ 9 ദിവസമുള്ള പരിപാടി എല്ലാവരും നമ്മളിതൊക്കെ നടത്തിയാണെങ്കിൽ പരിസരവാസികൾക്കെങ്കിലും ഇവിടെ വരാനുള്ള ഒരു സന്മനസ് കാണുന്നില്ല എന്നുള്ളത് കേരളം മാത്രമാണ്. ഞാനിപ്പോൾ സെക്രട്ടറി നമ്മളിതൊക്കെ നടത്തി ആളുകൾ പരിസരവാസികളെ ഒരു കുളിച്ച് വൈകുന്നേരമാകുമ്പോൾ അവർക്ക് റിലാക്സ് കിട്ടാൻ വേണ്ടി വൈകുന്നേരം കുറച്ച് നേരം മുമ്പ് ഇരിക്കാനുള്ള ഒരു താല്പര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. അതൊരു കേരളത്തിലാണ്. എന്നാലും ആവശ്യമുള്ളവർക്ക് നമ്മുടെ പരിപാടിയായിട്ട് മുന്നോട്ട് പോകും. സഹകരിക്കുന്നവർക്ക് സഹകരിക്കാം. അതൊരു കേരളം ഞാൻ പറഞ്ഞു മാത്രമുള്ളൂ. ഏതായാലും ആ പരിപാടി ഉദ്ഘാടനത്തിന് വേണ്ടി അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി അതിൻ്റെ ഗുണഫലങ്ങളെ പറ്റി നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീ സ്വാഗതം സംസാരിക്കുന്ന അദ്ദേഹത്തിന് കാര്യമായി ക്ഷണിച്ചു പോകും. സദാശിവ സമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. സിന്ദൂരാരുണവിഗ്രഹാം ത്രിണയനാം മാണിക്യ
മൗലീസ്പുരത്തരാനായക ശേഖരാം ഇതമുഭീമപീലവക്ഷോരുഹ പാണിഭ്യാമളിപൂർണരത്നശകം രക്തോത്പലം ബിഭ്രതീം നിത്യാം ശരണം ധ്യായേ പരാമംബികാം. ഭക്തജനങ്ങളെ, ധ്യാന ശ്ലോകങ്ങളൊക്കെ പഠിച്ചവരാണ് മുമ്പിലിരിക്കുന്നത് എന്ന് മനസ്സിലായി. നല്ല കാര്യം. 1995 കൂനമ്പാവ് കൂനന്തൈ കുടുംബ യൂണിറ്റ് പ്രസംഗിക്കാൻ എന്നെ വിളിച്ചിരുന്നു. ഇവിടെ 2003 കുടുംബ യൂണിറ്റ് ഉണ്ടായത്. അവിടെ നേരത്തെ ഉണ്ടായി. അവിടെ പ്രസംഗിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പം ഈശ്വര പ്രാർത്ഥന അറിയാവുന്നവരാരുമില്ല. മൗന പ്രാർത്ഥനയായിരുന്നു. 1916 ഗുരുദേവൻ മലയാളികൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി 4 വേദങ്ങളിലെയും സാരാംശം എടുത്തുകൊണ്ട് വളരെ ലളിതമായി ദൈവദശകം എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന മലയാളികൾക്ക് സമ്മാനിച്ചിട്ട് SNDP യോഗവും ശ്രീനാരായണ ധർമ്മസമാജവും എന്തിനതുപോലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരാളിനെയും ഒരു ദൈവദശകം പോലും പഠിപ്പിക്കാൻ കഴിവില്ലാത്ത രീതിയിൽ അധപ്പതിച്ചിരുന്ന ഒരു സമൂഹമാണ് നമ്മൾ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ കളമശ്ശേരി ശ്രീനാരായണ ഭജന സമാജം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അവിടെ അവർ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് 50 പൈസയ്ക്ക് വിൽപ്പനയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ 5-6 പ്രാർത്ഥന അടങ്ങിയ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് കോപ്പിയായിട്ടാണ് പോയത്. എനിക്കറിയാം ഇത് അവസ്ഥ ഇതായിരിക്കുമെന്ന്. അന്ന് യൂണിയൻ്റെ വനിതാ സംഘത്തിൻ്റെ ഒരു പ്രതിനിധിയെ ചേരാനുള്ള ഒരു ടീച്ചറെയാണ് ഉദ്ഘാടനത്തിന് വന്നത്. എന്നെ ആശംസാ പ്രസംഗത്തിലാണ്. ഞാൻ ടീച്ചറിൻ്റെ ഈ പുസ്തകം കൊടുത്തിട്ട് എല്ലാവർക്കും ഓരോന്ന് കൊടുത്തിട്ട് ടീച്ചറെ ഇത് പഠിപ്പിക്കും. ടീച്ചറല്ലേ ഈ ദൈവേശവും മറ്റുള്ളതൊക്കെ ഒന്ന് പഠിപ്പിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ പഠിപ്പിച്ചു. 1 വർഷം കഴിഞ്ഞ് വാർഷികത്തിന് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയ്ക്ക് മത്സരം ഉണ്ടായിരുന്നു. മത്സരിച്ച് പ്രാർത്ഥന പങ്കെടുക്കുക. ആ അവസ്ഥയാണ് നമുക്കുണ്ടായിട്ടുള്ളത്. നമ്മുടെ ഇവിടെയും ഈ പ്രാർത്ഥനകളൊന്നും കാര്യമായിട്ട് അറിയാവുന്നവരില്ലായിരുന്നു. കുടുംബ യൂണിറ്റ് രൂപീകരണത്തോടു കൂടിയാണ് നമ്മളും പഠിച്ചത്. പട്ടക്കാട്ട മാധവൻ ചേട്ടൻ മരിക്കുമ്പം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു, മരണാനന്തര കർമ്മങ്ങളൊന്നും വേണ്ട, പ്രാർത്ഥനകൾ മതി, ഗുരുദേവൻ രചിച്ചുള്ള പ്രാർത്ഥനകൾ മതി എന്ന് പറയുന്നു. ആര് പ്രാർത്ഥിക്കാൻ? ഇവിടുന്ന് ശാന്തി അവിടെ ചെന്നപ്പം ശാന്തികർമ്മം വേണ്ട, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അവസ്ഥ അതായിരുന്നു. നമ്മൾ ആഗ്രഹിച്ചാൽ പോരാ, നമ്മളത് പഠിപ്പിക്കുകയും ചെയ്തിട്ട് വേണം ആഗ്രഹിക്കാൻ. ഏതായാലും അവിടെ നിന്നൊക്കെ മാറി ഭാഗവത സപ്താഹങ്ങൾ നടത്തി. പിന്നീട് രാമായണ പാരായണങ്ങൾ, അതിനെക്കുറിച്ചുള്ള രാമായണ തത്വവിചാരം വളരെ ഗംഭീരമായിട്ട് ഈ സമീപ സ്ഥലങ്ങളിലും കൂടാത്ത നടപ്പാക്കാത്ത രീതിയിൽ അതിഗംഭീരമായിട്ട് ഈ ഹോള് നിറച്ച ആളുകൾ ഇരുന്നുകൊണ്ട് പ്രഭാഷണ പരമ്പരകൾ നടത്തുവാൻ നമുക്ക് സാധിച്ചു. അത് കഴിഞ്ഞതാ ലളിത സഹസ്രനാമം ഈ നവരാത്രിയോടുകൂടി പാരായണം ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് നല്ല തുടക്കങ്ങളാണ്. നാരായണീയം പഠിച്ചിട്ട് പാരായണം ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായി എന്ന് പറയുന്നത് അതിലും നല്ല കാര്യമാണ്. ഇതൊക്കെ എന്തിനു പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ, എന്തിന് ലളിത സഹസ്രനാമവും നാരായണീയവും ഒക്കെ ചൊല്ലുന്നത്, ഇതുകൊണ്ടെന്ത് ഗുണം എന്ന് പലരും ചിന്തിക്കാറുണ്ട്. ഞാൻ ഈ വീടുകളിലെ ദുരിതങ്ങൾ വരുമ്പം എന്നെ വിളിച്ചുകൊണ്ട് പോകും വീട് നോക്കാൻ. വീടിൻ്റെ വല്ല കുഴപ്പമാണെന്നറിയാം.
അപ്പം വീട് നോക്കി അളന്ന് തിട്ടപ്പെടുത്തി മതി ഇതൊക്കെ നോക്കിയിട്ട് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും, അത് പറഞ്ഞു കൊടുക്കാം. നിങ്ങളുടെ വീടുകളിലൊന്നും ഈ കുഴപ്പമൊന്നും കാണുന്നില്ല, അവരാരും കാര്യമായിട്ട് വിളിക്കാറില്ല. ഹിന്ദുക്കളുടെ വീടുകളിലാണ് വിളി മുഴുവൻ വരുന്നത്. വീടിൻ്റെ ദോഷം ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കൊന്നും വീടിൻ്റെ ദോഷമില്ല. ഇനി ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ വിളിച്ചു കഴിഞ്ഞോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ചെന്നാൽ ഉടനെ ചോദിക്കും, ആദ്യം ചോദിക്കുന്നതാണ്, ഞാൻ ദൈവജനെന്ന് അവർക്ക് തോന്നും കേട്ടോ. ചെന്നാൽ ഉടനെ ചോദിക്കും, വൈകുന്നേരം പ്രാർത്ഥന കൃത്യമായിട്ട് നടത്താറില്ല അല്ലേ? ഞാൻ ഏതാണ്ട് ദീർഘദൃഷ്ടിയോടുകൂടി അവരപ്പം അത്ഭുതം എങ്ങനെ മനസ്സിലായി? അല്ല, ഞാൻ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായി ഇവിടെ ഇല്ലയെന്ന്. അതെ, അത് ചില ദിവസങ്ങളിൽ പറ്റാറില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് അങ്ങനെ നടത്തിയാൽ പ്രശ്നം തീരും കേട്ടോ. മുസ്ലിങ്ങളുടെ വീട്ടിൽ ചെന്നാലും ആദ്യമേ തന്നെ പറയും, 5 നേരത്തെ നിസ്കാരമൊക്കെ മുടങ്ങിയില്ലേ, എന്നെ വിളിച്ചെങ്കിൽ അവിടെ പ്രാർത്ഥനയില്ല, വേറെ അത്ഭുതമൊന്നുമില്ല. ഇത് തന്നെ കാരണം. ഹിന്ദുക്കളുടെ വീടിന് ദോഷമുള്ള രീതിയിലുള്ള വീട് കണ്ടിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ പല ദോഷങ്ങളും ആ വീടിനുണ്ട്, പക്ഷെ അവർക്കൊരു ദോഷവുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നല്ല പ്രാർത്ഥന ഉണ്ട്. അവിടെ രാവിലെ വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ലളിത സഹസ്രനാമവും ജപിക്കുന്നുണ്ട്, അവർക്കൊരു പ്രശ്നവുമില്ല. എങ്ങനെ വീട് പണിതാലും അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അതാണ് പ്രാർത്ഥനയുടെ മെച്ചം. ഇത് അനുഭവത്തിൽ പറഞ്ഞതാണ് ഈ സംഭവം. ഇവിടെ ഒരു ആശുപത്രി ഉണ്ട്, അമൃത. അത് വളർച്ചയിൽ നിന്ന് വളർച്ചയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ 9 മണിക്ക് അവിടെ ചെല്ലണം വൈകുന്നേരം. അവിടെ ഒരു സ്വാമിനിയുടെ നേതൃത്വത്തിൽ ലളിത സഹസ്രനാമം ആ ആശുപത്രിക്ക് ചുറ്റുമായിട്ട് പ്രദക്ഷിണം ചെയ്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, കൃത്യമായിട്ട് മുടങ്ങാതെ. ആ ആശുപത്രിക്ക് സംരക്ഷണ വലയം ദിവസവും മുടങ്ങാതെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഉപയോഗിക്കുന്ന മന്ത്രം ലളിത സഹസ്രനാമമാണ്. നമുക്ക് ലളിത സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും ശിവസഹസ്രനാമം ഗണേശ സഹസ്രനാമം ഒരുപാട് സഹസ്രനാമങ്ങളുണ്ട്. അതിലൊക്കെ കൂടുതൽ നമ്മൾക്ക് പ്രയോജനം ചെയ്യുന്നതും ഐശ്വര്യം തരുന്നതുമായിട്ടുള്ളത് ലളിത സഹസ്രനാമമാണ്. കാരണം ലളിത സഹസ്രനാമം മാത്രമേ ഉപാസനയ്ക്ക് എടുക്കുന്നുള്ളൂ. ശ്രീചക്ര ഉപാസന നടത്തുന്നതിന് ഉപയോഗിക്കുന്നത് ലളിത സഹസ്രനാമമാണ്. ശ്രീചക്ര ഉപാസന എന്ന് പറയുന്ന ഉപാസനകളിൽ ഏറ്റവും ഉന്നതമായ ഉപാസനയാണ്. നമ്മുടെ സമൂഹത്തിൽ ഉന്നതരായ ആളുകൾ നമ്മളറിയുന്നില്ല, പലരും ശ്രീചക്ര ഉപാസകരാണ്. കാര്യമാത്ര വിജയതന്ത്രി ഒരിക്കല് പാലാരിവട്ടത്ത് ദർശനോത്സവം നടത്തുമ്പോൾ ഒരു ദിവസം സംസാരിച്ചു ശ്രീചക്ര ഉപാസനയെക്കുറിച്ച്. ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും ചട്ടമ്പി സ്വാമികളും ഒക്കെ ശ്രീനാരായണ ലളിത സഹസ്ര ഉപാസകരായിരുന്നു, ശ്രീചക്ര ഉപാസകരായിരുന്നു. സ്വാമിജി ഒരു കൗളമാർഗിയായിരുന്നു. ജനതയിൽ പറഞ്ഞാണ് സ്വാമിജി ഒരു കൗളമാർഗിയായിരുന്നു. കാളി ഉപാസകർക്കാണ് കൗളമാർഗി എന്ന് പറയുന്നത്, അത് വേറൊന്നുമില്ല. അങ്ങനെ ആ ഉപാസനയെക്കുറിച്ചുള്ള മാഹാത്മ്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ട് പോയി. പിറ്റേ ദിവസം ആലുവയിൽ നിന്ന് വന്നൊരു സ്വാമിജി അവിടെ വന്ന് പ്രസംഗം തുടങ്ങിയത് കഴിഞ്ഞ ദിവസം ഇവിടെ ഗുരുദേവൻ കൗളനാണെന്ന് പറഞ്ഞു. അദ്ദേഹം കവളമാർഗമെന്ന് കേട്ടിട്ടുള്ളത് ജോത്സ്യരിലൊക്കെ ചെന്ന് വീട്ടിൽ പ്രശ്നങ്ങളായിട്ട് ചെല്ലുമ്പോൾ ജോത്സ്യർ നോക്കിയിട്ട് ഒരു ചാർത്ത എഴുതി കൊടുക്കും. വീടിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് ചാത്തൻ, കാപ്പിരി, ചുടലമാടൻ, മറുത തുടങ്ങിയ ദുർദേവതകളെ കൗളമാർഗത്തിൽ ആവാഹിച്ച് ഉച്ചാടനം ചെയ്യുക, എഴുതി കൊടുക്കും. ഇത് നടത്തുന്നവരെ സാധാരണ ക്ഷേത്രത്തിൽ പൂജകളും ചെയ്യില്ല. പ്രത്യേക മന്ത്രവാദികളുണ്ട്. കോഴി, കള്ളും ഒക്കെ വെച്ച് പൂജിച്ച് കോഴിയെ വെട്ടി ചോര അർത്ഥമൊഴിച്ച്
ആ ദുർദേവതകളെ ആവാഹിച്ച് വിടുന്നതിനാണ് കൗളമാർഗം എന്ന് പറയുന്നത്. സ്വാമിജി ആ കൗള ഉദ്ദേശിച്ചാണ് ഗുരുദേവൻ കൗളൻ എന്നു ഗുരുദേവനെ പറഞ്ഞത് തെറ്റാണ്. വിജയചന്ദ്രൻ പറഞ്ഞത് കാളി ഉപാസകരെ ശ്രീചക്ര ഉപാസകരെ കൗളന്മാരെന്നാണ് പറഞ്ഞത്. കൗളമാർഗമാണ് കാളിയെ ഉപാസിക്കുന്നവർ. അപ്പൊ ഗുരുദേവനും ശ്രീചക്ര ഉപാസന ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അവിടെ ഉപയോഗിക്കുന്നത് ലളിത സഹസ്രനാമമാണ്. മൂകാംബിക ക്ഷേത്രത്തിലെ ശ്രീചക്ര ഉപാസനയാണ് മെയിൻ. അവിടെ ലളിത സഹസ്രനാമമാണ് ഉപയോഗിക്കുന്നത്. കൊടുങ്ങല്ലൂർ ഭരണിക്ക് ഉച്ച സമയത്ത് 3.5 മണിക്കൂർ നട അടച്ചിട്ട് ഒരു പൂജയുണ്ട്. അവിടെ നമ്പൂതിരിമാരാണ് പൂജ നടത്തുന്നെങ്കിലും ഈ നട അടച്ചിട്ട പൂജ നടത്തുന്നത് അവിടെ നേരത്തെ അടികളാണ്, അടികൾ സമുദായക്കാർ. അവരായിരുന്നു അവിടുത്തെ പഴയ പൂജാരിമാർ. അടികൾ മൂകാംബികയിലും അടികളാണ് പൂജ നടത്തുന്നത്. ഈ അടികളുടെ നിന്നാണ് നമ്പൂതിരിമാര് അധികാരം ഏറ്റെടുത്തത്. അവർക്ക് ആ ഭരണി ദിവസം ഉച്ചയ്ക്ക് നടയടച്ചിട്ട് 3.5 മണിക്കൂർ നേരത്തെ ഒരു പൂജയ്ക്ക് അവസരം കൊടുത്തു. അത് ശ്രീചക്ര പൂജയാണ്. ശ്രീചക്ര പൂജയാണ് നടക്കുന്നത്. അപ്പോ ഈ മഹൽ ക്ഷേത്രങ്ങളിലെയൊക്കെ ചൈതന്യത്തിന്റെ പ്രധാന രഹസ്യം എന്ന് പറയുന്നത് ഈ ലളിത സഹസ്രനാമ അർച്ചനയാണ്. അമർദാനന്ദി മഠത്തിലെ ഒരു വർഷം എത്ര കോടി അർച്ചനകൾ നടന്നിട്ടുണ്ടാവും? കോടി അർച്ചനകളാണ്. അതിന് ഉയർച്ചയുടെ പ്രധാന കാരണം അത് തന്നെയാണ്. ആ ഐശ്വര്യം ലഭിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കും അത് ജപിച്ച് തുടങ്ങാം. ഒരു ഗുരുവിൽ നിന്ന് ആണ് അഭ്യസിക്കേണ്ടത്. നിങ്ങളിത് തുടങ്ങി വെച്ചവരുമാണ്, അറിയാവുന്നവരാണ്. ഇനി പ്രത്യേകിച്ച് ഗുരുവിനെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കൃത്യമായിട്ട് ജപിക്കുക. വീട്ടിൽ ഒരു ദിവസം ഒരു നേരമെങ്കിലും 1/4 മണിക്കൂർ മാറ്റി വെച്ചുകൊണ്ട് ആ ജപം നടത്തുമ്പോൾ അതിൻ്റേതായ ഐശ്വര്യം വീട്ടിലുണ്ടാകും. ശാന്തി സമാധാനം ഉണ്ടാകും. ദുരിതങ്ങൾ മാറിക്കിട്ടും. ആഹാരം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയവയ്ക്കുള്ള ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പാണ്. ഇത് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. വിഷ്ണുവിൻ്റെ അവതാരമായ ഹയഗ്രീവൻ അഗസ്ത്യ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഈ ലളിത സഹസ്രനാമം. അത് പിന്നീട് ഭാരതം മുഴുവൻ ശാക്തയിൽ ഉപയോഗിക്കുന്നു. വൈഷ്ണവരും ശൈവരും ശാക്തേയരും 3 വിഭാഗക്കാരായിരുന്നു ഭാരതത്തിൽ. ഇവർ 3 രീതിയിലാണ് യാത്ര ചെയ്തിരുന്നത്. വൈഷ്ണവർ ശൈവക്ഷേത്രത്തിൽ പോവില്ല, ശൈവര് വൈഷ്ണവക്ഷേത്രത്തിൽ പോവില്ല, ശാക്തേയവർ ഇത് രണ്ടിടത്തും പോവില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു കാലത്ത്. ഇന്നതൊക്കെ മാറി. ഇന്നെല്ലാവരും എല്ലാ ക്ഷേത്രത്തിലും പോകും. ശാക്തേയർ എന്ന് പറഞ്ഞ ശക്തിയാണ്. ലളിതാ പരമേശ്വരി എന്നാണ് അമ്മയെ പറയുന്നത്. ലളിതാ സഹസ്രനാമത്തിലെ ദേവിയെ ലളിതാ പരമേശ്വരി എന്നാണ്. പരമേശ്വരിയും ലളിതയും കൂടി ചേരുന്ന പൂർണ്ണമായ രൂപമാണ്. സ്ത്രീരൂപമല്ല. സ്ത്രീയും പുരുഷനും കൂടി ചേരുമ്പോഴേ പൂർണ്ണതയെത്തുള്ളൂ. ശിവനും പാർവതിയും കൂടി ചേരുമ്പോഴേ പൂർണ്ണതയെത്തുള്ളൂ. അത് ആ മന്ത്രത്തിന്റെ അവസാനം ശിവശക്തി ഐജന്യ രൂപിണിയെ, ശിവശക്തി ഐക്യ രൂപിണിയെ, അങ്ങനല്ലേ 999 പേര് നാമം അതാണ്. ഇപ്പം ശിവനും ശക്തിയും, ശക്തി എന്ന് പറഞ്ഞാൽ ദേവി. ഈ പ്രപഞ്ചമാണ് ദേവി. എല്ലാം നടത്തുന്ന ദേവിയാണ്. പക്ഷെ ബ്രഹ്മമാകുന്ന ശിവന്റെ ശക്തി ഉണ്ടെങ്കിലേ ദേവിക്ക് ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ ശിവനും പാർവതിയും കൂടി ചേരുക, അല്ലെങ്കിൽ ശിവനും ശക്തിയും കൂടി ചേരുന്ന ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും അവസാനത്തെ ആ മന്ത്രത്തോടു കൂടി. ഇതിന് മറ്റൊരു വശവും കൂടിയുണ്ട്. 1000 നാമങ്ങൾ ദേവിയുടെ നമ്മൾ ജപിക്കുമ്പോൾ 183 മന്ത്രങ്ങളാണ്, അല്ലേ? 183 അല്ലേ? പ്രാണായാമം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. പ്രാണായാമം ശ്വാസം ഉള്ളിലേക്ക് കൃത്യമായിട്ട് എടുക്കുകയും കൃത്യമായി വിടുകയും ചെയ്യുക.
ഒരു 18 അല്ലെങ്കിൽ 29 വെച്ച് 27 അങ്ങനെ പല അളവിലുമൊക്കെ ചെയ്യാറുണ്ട്. ഞാനൊക്കെ രാവിലെ ഒരു 10-27 പ്രാവശ്യമൊക്കെ എടുക്കാറുണ്ട്. ലളിത സഹസ്രനാമം നമ്മൾ ചൊല്ലുമ്പോൾ ഓരോ മന്ത്രവും കഴിഞ്ഞ് നിർത്തി ശ്വാസം എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം 187 പ്രാണായാമം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. 183 പ്രാണായാമം ചെയ്തു കഴിഞ്ഞു. ഭക്തന്മാർക്ക് പ്രാണായാമം ചെയ്യാൻ വേറെ അവസരം വേണ്ട. ഇത് കൃത്യമായി ജപിച്ചാൽ മതി. ജപിക്കുമ്പോൾ ഒരു മന്ത്രം ചൊല്ലിക്കഴിഞ്ഞ് ആദ്യത്തെ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞ് ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് എടുത്തു കഴിഞ്ഞിട്ട് അടുത്ത ചൊല്ലുക. അപ്പൊ 183 പ്രാണായാമം ഇത് കഴിയുമ്പോഴേ ചെയ്തു കഴിയും. അങ്ങനൊരു അസുലഭ അവസരവും കൂടി ഈ ലളിത സഹസ്രനാമത്തിനുണ്ട്. അങ്ങനെ ഓരോ വിധത്തിലും നമ്മൾ ഈ ലളിത സഹസ്രനാമത്തെ നമ്മൾ വ്യാഖ്യാനിച്ച് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ആദ്യം നമുക്ക് ഒരുപാട് പഠിക്കാനൊന്നും കൊണ്ട് ചുറ്റിപ്പഠിക്കുക, പിന്നെ അർത്ഥമുള്ള പുസ്തകങ്ങൾ കിട്ടും, അത് നോക്കി അർത്ഥം മനസ്സിലാക്കുക. അർത്ഥം മുഴുവൻ ആദ്യം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. കാരണം ഇതിനകത്ത് തന്നെ വളരെ ഗഹനമായ വിഷയങ്ങൾ ഒരുപാടുണ്ട്. ഉദാഹരണത്തിന് യോഗത, കാമത, ജ്ഞാനത 3 ഭാവം ദേവിക്ക് പറയുന്നുണ്ട്. യോഗത, കാമത, ജ്ഞാനത 3 ഭാവം പറയുന്നുണ്ട്. നമ്മൾ ദേവിയുടെ ഒരു പടം എടുത്തു വെക്കുമ്പോൾ ഇവിടെയുള്ള പടം അതിലെ ഒരു ഭാവം കാണുന്നുണ്ട്. ആയിരിക്കുന്നത് വലത് കാല് ഇടത് തൊടയിലേക്ക് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. അത് തൊടയിൽ വെച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന ആ ഭാവത്തിനാണ് കാമേശ്വരി എന്ന് പറയുന്നത്. അറിവുണ്ടാകുന്ന ഭാവത്തിനാണ് ജ്ഞാനേശ്വരി എന്ന് പറയുന്നത്. ഇത് എല്ലാം കഴിഞ്ഞിട്ട് ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്ന അവസരത്തിലേക്ക് പോകുന്ന ഭാവമാണ് ജ്ഞാനേശ്വരി എന്ന് പറയുന്നത്. ഇടത് കാലില് വലത് പാദമെടുത്ത് വെച്ചുള്ള ഭാവത്തിന് ജ്ഞാനേശ്വരി എന്ന് പറയും. ഇടത് തുടയില് വലത് കാലിന്റെ പാദമെടുത്ത് വെച്ചുകൊണ്ടുള്ള ആ ഭാവത്തിന് ജ്ഞാനേശ്വരി എന്ന് പറയും. മറിച്ച് ഇടത് കാലെടുത്ത് വലത് തുടയിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കാമേശ്വരിയാണ്. പത്മാസനത്തിലിരിക്കുന്ന രൂപത്തിന് ജ്ഞാനേശ്വരി എന്ന്, ജ്ഞാനേശ്വരി യോഗേശ്വരി എന്ന് പറയും. അപ്പോൾ അറിവ് വേണമെങ്കിൽ അതിനൊരു ഭാവം ദേവിക്ക്, കാര്യസാധ്യത്തിനാണെങ്കിൽ അതിനൊരു ഭാവം. ഇതെല്ലാം കഴിഞ്ഞ് ബ്രഹ്മത്തിൽ ലയിച്ച് ചേരണം എങ്കിൽ അതിന് വേറെ ഭാവം. അപ്പൊ ഇത് വായിച്ചു വരുമ്പോൾ അതിനകത്ത് വരുന്ന പദങ്ങളാണ്. അപ്പൊ ഈ 3 പദങ്ങളുടെ അർത്ഥവും ഈ ചെറിയ വിവരണമാണ് പറയുന്നത്. ഇതുപോലെ ഇത് മുഴുവൻ വിശദീകരിക്കാനുള്ളതാണ്. അതിൽ പണ്ഡിതന്മാരെ ആൾക്കാരെ വിളിച്ചിരുത്തി പഠിക്കണം, എങ്കിലേ ഇത് വ്യക്തമായി മനസ്സിലാകുള്ളൂ. ഇവിടെ ഒരിക്കലെ ഈ ലളിത സഹസ്രനാമത്തെ കുറിച്ചൊരു ക്ലാസ് ഹരിസ്വാമിയുടെ ഉണ്ടായിരുന്നു. ഹരിസ്വാമി ഇവിടെ വെച്ച് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഹരിസ്വാമിയുടെ നിന്നാണ് ഞാൻ ഈ പറഞ്ഞ 3 ഭാവത്തിന്റെ അർത്ഥം എനിക്ക് നേരത്തെ അറിയാമെങ്കിലും വ്യക്തത വന്ന അമ്മ 3 ഭാവം ഉണ്ടെന്നറിയാം. എങ്ങനെയാണ് 3 ഭാവം എന്ന് ഹരിസ്വാമി ഇവിടെ വെച്ച് വർണ്ണിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇവിടെ ഇരിക്കുന്ന മിക്ക ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ല, കാരണം ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഓരോ മന്ത്രത്തിനും വിപുലമായ അർത്ഥമുള്ളതാണ്. നമുക്ക് മന്ത്രത്തിന്റെ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും അത് കൃത്യമായി ജപിക്കുക. ജപിച്ചു കഴിയുമ്പോൾ ശാരീരികവും മാനസികമായ ഉന്മേഷം മാത്രമല്ല, കുടുംബത്തിലെ സകല ദോഷങ്ങളും മാറിക്കിട്ടുള്ളതാണ്. അനുഭവത്തിൽ കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ഇത് ജപിക്കുന്ന വീടുകളിൽ പോയിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ട് പറയുന്നതാണ്. ഇത് പഠിക്കുവാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയത് മഹാഭാഗ്യമാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ഇതൊക്കെ കയറി വരാറില്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ നമ്മൾ ഒരുവിധം വളർന്നു വരികയാണ്. ഇങ്ങനെ നിന്നാൽ പോരാ. മറ്റൊന്നുകൂടി പറയാം, ചതയ ദിനത്തിനും സമാധിക്കുമൊക്കെ പ്രാർത്ഥന നടത്താറുണ്ട് നിങ്ങൾ. ഗുരുദേവൻ ജനങ്ങൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥനാ കൂട്ടത്തില് ആത്മോപദേശ തഥകം എന്നൊരു പ്രാർത്ഥനയുണ്ട്. 100 മന്ത്രങ്ങൾ, 100. ഭഗവത്ഗീത പഠിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ അറിയുവാനുണ്ട്. എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ജനനം മുതൽ മരണം വരെ എന്തൊക്കെ നമ്മൾ അനുഷ്ഠിക്കണം എന്നുള്ളത് മനസ്സിലാക്കുന്ന ഇതാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീതയിലുള്ളത് തന്നെ
ഭഗവത്ഗീതയിൽ 700 ശ്ലോകങ്ങളാണെങ്കിൽ 100 ശ്ലോകത്തിലേക്ക് ആക്കി ഗുരുദേവൻ നല്ല മലയാളത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്, എഴുതി തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളാരും ഇവിടെ ഇരുന്ന് ചൊല്ലുന്നത് കേട്ടിട്ടില്ല. നമുക്ക് ചൊല്ലാൻ അത്ര വലിയ വിഷമമൊന്നുമില്ല. രാമായണം വായിക്കാൻ അത്രയും ബുദ്ധിമുട്ടില്ല. അവനിവനെന്ന് അറിയുന്ന തോർക്കിൽ അവനിവൻ ആദിമമായ ഒരു ആത്മരൂപം, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരവൻ്റെ സുഖത്തിനായി പറയണം. ഇത് വായിക്കാൻ അത്ര പാടുന്ന ഇതുപോലെയാണ് അവിടെ എഴുതിയേക്കുന്നത്. എല്ലാവരും ഇത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇവിടെ കൃത്യമായിട്ട് അത് ചൊല്ലിയാൽ നമ്മൾ തയ്യാറാകണം. നാരായണീയം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗവതത്തിന്റെ ചുരുക്കമാണ്. അതിന് വേറൊരു മഹത്വമുള്ളത്, ഓരോ ശ്ലോകത്തിലും എൻ്റെ രോഗം മാറ്റിത്തരണേ ഭഗവാനെ എന്ന് പറയുന്നത് രോഗശമനത്തിന് വേണ്ടിയാണ്. രോഗശമനത്തിന് വേണ്ടി ഭഗവാന്റെ കഥയാണ് അവിടെ പഠിക്കുന്നത്. അതാണ് നാരായണീയത്തിന്റെ മഹത്വം. ഇത് അതല്ല, ഇത് നമ്മളുടെ സർവ്വ ഐശ്വര്യത്തിന് വേണ്ടിയും സർവ്വ ദുരിതങ്ങൾ മാറ്റുവാൻ വേണ്ടിയുള്ളതാണ്. എങ്ങനെ ജീവിക്കണം മനുഷ്യനെന്ന് അറിയണമെങ്കിൽ ആത്മീയദർശനത്തിലേക്ക് പോയാൽ മതി. അത് നമ്മളെന്തുകൊണ്ട് പഠിക്കുന്നില്ല? അത് നമ്മൾ ഹൃദയത്തിനും സമാധിക്കും നമ്മൾ നിശ്ചയമായിട്ടും പാരായണം ചെയ്യാൻ തയ്യാറെടുക്കേണ്ടതായിട്ടിരിക്കുന്നു. കാരണം നമ്മൾ വളർന്ന് വരണം. ആളെത്തണമെന്ന് നമ്മൾ നോക്കണ്ട, ആള് കുറച്ച് മതി. ഒരാൾ നന്നായാലും ഈ ലോകം നന്നാവും. ഒരാൾ നന്നാകാൻ ഞാൻ വിചാരിക്കും, ഓരോരുത്തരും അവനവൻ നന്നാകണമെന്ന് വിചാരിച്ചാൽ ലോകം നന്നാവും. അതിന് ആളുകൾ എത്ര വരുമെന്ന് നമ്മൾ നോക്കണ്ട, ആവശ്യമുള്ളവരൊക്കെ വരും. ഇവിടെ ആദ്യമായിട്ട് സുഗതൻ പ്രസിഡന്റായിട്ട്, ഞാൻ വൈസ് പ്രസിഡന്റായിരിക്കുമ്പോൾ ആദ്യമായി 95 ഭാഗവത സപ്താഹം നടത്തി. ഷാലി അവിടെ സ്ഥിരമായിട്ടുണ്ടാവും. 3 ദിവസത്തെ കഥ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു കഥ ആരോട് പറയാനാ? ആരോട് ചോദിക്കണം? അവിടെ മാറിയില്ല കേൾക്കാൻ. ഈ ഷാലിയുണ്ട്, ഞാനുണ്ട്, പിന്നെ ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഉണ്ട്. അവസാനം രുക്മിണി സ്വയംവരം 4ാമത്തെ ദിവസം നടത്തേണ്ട 3ാമത്തെ ദിവസം നടത്തി. ഇവിടെ ഫോട്ടോഗ്രാഫറുണ്ട്, മലയാളക്കാരുണ്ടായിരുന്നു. രുക്മിണി എഴുതിച്ചുകൊണ്ടിരാൻ വേണ്ടി മേളക്കാരെ വിളിച്ച്, ഫോട്ടോഗ്രാഫറെ വിളിച്ച് ഫോട്ടോ എടുക്കുക, മേളം നടത്തുന്നൊക്കെ പറഞ്ഞ് ഈ ആളിൻ്റെ അവിടെ അങ്ങോട്ട് എഴുതിച്ചിട്ട് പോയി. കുറേ ആളുകൾ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഒരു ബഹളം. ഇവിടെ ഇത്രയും കാര്യങ്ങളെ കൊണ്ടാണ് ഞങ്ങളോട് എന്താ പറയാൻ? എന്നോട് ചോദിക്കണം, ഇത്രയും കാര്യങ്ങൾ കൂടെ ഉണ്ട്, ഞങ്ങളോട് എന്താ പറയാനെന്ന്. ഞാൻ പറഞ്ഞ സപ്താഹത്തിന്റെ ഭാഗം വീട്ടിൽ ഇരുന്നാലേ അറിയാൻ പറ്റൂല. പിറ്റേ ദിവസം പോലെ ആള് കൂടി, 10 പേരില്ലാത്തത്. പിന്നെ അങ്ങോട്ട് ആള് കൂടിയിട്ട് അപകൃത സ്നാനം, ആറാട്ടൊക്കെ നടത്തി. അത് കഴിഞ്ഞ് ആചാര്യം പറഞ്ഞ ആൾക്ക് ദക്ഷിണ കൊടുക്കണ്ട, എന്ത് കൊടുക്കും? ഇത് മാത്രം ആളാണ്. ഒരു ചാക്ക് നാരങ്ങ കൊണ്ടുവരാൻ പറഞ്ഞു, ഒരു ചാക്ക് ദക്ഷിണ കൊടുത്ത ഒരു ചാക്ക് നാരങ്ങയും തീർന്നു. അത്രമാത്രം ആളുണ്ടായിരുന്നു. അപ്പൊ തുടങ്ങുമ്പോൾ ആള് വേണ്ട, ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ചൊല്ലിക്ക്, ആള് വന്നോളും. പിന്നെ നിങ്ങളെ തെള്ളിയിട്ടിരിക്കാൻ ആള് വരും. അപ്പൊ തുടങ്ങി വെക്കുക. നമുക്ക് കിട്ടിയൊരു അവസരമാണ്. ഈ 9 ദിവസവും ലളിത സഹസ്രനാമം പാരായണം നടത്തി സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. അതിന് ദേവിയുടെയും ഗുരുദേവന്റെയും മുരുകന്റെയൊക്കെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന തുടക്കം കുറിക്കുന്നു. ഉദ്ഘാടനം എന്ന പേര് പറയുന്നില്ല, തുടക്കം കുറിച്ചുകൊണ്ട് നിർത്തുന്നു. അവസരം തന്നതിനെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവിടെ അല്ലേ ഇരിക്കുക? അവിടെ താഴ്ത്തു കസേരയാണോ?
ആ കസേരയിട്ടിരിക്കണം നാളത്. ശൈലപുത്രി ഭാവത്തിലുള്ള വന്ദന ശ്ലോകം ചൊല്ലിത്തുടങ്ങാം. വന്ദേ വാഞ്ചിതലാഭായ ചന്ദ്രാർക്കകൃതശേഖരാം വൃഷാരൂഢാം ശൂലധരാം ശൈലപുത്രീം യശസ്വിനീം. ധ്യാനം. സിന്ദൂരാരുണവിഗ്രഹാം പാണിഭ്യാമളിപൂർണരക്തചഷകം രക്തോത്പലം ബിഭ്രതീം സൗമ്യാം രക്തചരണാം ധ്യായേത് പരാമംബികാം. ധ്യായേത് പദ്മാസനസ്ഥാം വികസിതവദനാം പദ്മപത്രായതാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസത്തേമപത്മാംബരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയതാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രീം സകുങ്കുമവിലേപനാമളികചുംബികസ്തൂരികാം സമന്തഹസിലേക്ഷണാം സശരജാപപാശാംകുശാം അശേഷജനമോഹിനീം അരുണമാല്യഭൂഷാംബരാം ജപാകുസുമഭാസുരാം ജപവിധൗ സ്മരേദാംബികാം കരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാംകുശപുഷ്പബാണജാവാം അണിമാദിഭിരാവൃതാം മയൂഖൈ അദ്വിത്യേവ വിഭാവയേ ഭവാനി. ശ്രീമാതാ ശ്രീമഹാരാജ്ഞി ശ്രീമത്സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡസംഭൂത ദേവകാര്യസമുദ്യത ഉദ്യൽഭാനുസഹസ്രാഭ ചതുർബാഹുസമന്വിത രാഗസ്വരൂപപാഷാഢ്യ ക്രോധാകാരാംബുജോജ്വല മനോരൂപേഷു കോദണ്ഡ പഞ്ചതന്മാത്രസായക വിചാരുണ പ്രഭാപൂര ബ്രഹ്മാണ്ഡമണ്ഡല ചമ്പകാശോക പുന്നാക സൗഗന്ധിക രസകജ ഗുരുവിന്ദമണി ശ്രേണി
മണി കനകോടീര മണ്ഡിത അഷ്ടമി ചന്ദ്ര വിഭ്രാജ ദളിതസ്ഥല ശോഭിത മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭിവിശേഷക വദനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക വക്രലക്ഷ്മീ പരിവാഹ ജഗന്മീനാഭലോചന നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരി നാസാഭരണ ബാസുര കദംബ മഞ്ജരി ക്ലിപ്ത കർണപൂര മനോഹര താളങ്കൈകളിൽ ഭൂത തപനോടുപമണ്ഡല പത്മരാഗ ശിലാദർശ വൈഭാവിക ബോലഭൂ നവവിദ്രുമബിംബ ശ്രീന്യകാരീരതനച്ഛത ശുദ്ധ വിദ്യാപുരാകാര ദ്വിജപംക്തി ദ്വയോജ്വല കർപ്പൂര വീടികാമോദ സമാകർഷ ദിഗന്ധര നിജസല്ലാപ മാധുര്യ വിനിർഭത്സിത കച്ഛവി മന്ദസ്മിത പ്രഭാപൂര മജകാമേശ മാനസ അനാകരിത സാദൃശ്യ ജിഗുശ്രീ വിരാജിത കാമേശബദ്ധ മാംഗല്യ സൂത്രശോഭിത കന്ധര കനകാന്തത കേയൂര കമനീയ ഭുജാന്വിത രത്നദ്രൈവേയ ചിന്ത കലോല മുക്താഫലാന്വിത കാമേശ്വര പ്രേമ രത്നമണി പ്രതിപണസ്തനി നാഭ്യാലവാല രോമാളി ലതാഫല കുജദ്വയി ലക്ഷ്യരോമലതാധാരമുന്നേയ മധ്യമ സ്തനഭാരദളൻ മധ്യ പട്ടബന്ധ വരിത്രയ അരുണാരുണ കൗസുംഭ വസ്ത്രഭാസുത്കടീതടി രത്നകിങ്കിണികാരമ്യ രശനാദാമഭൂഷിത കാമേശജ്ഞാത സൗഭാഗ്യ മാതോരുദ്വയാന്വിത മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത ഇന്ദ്രഗോപ പരിക്ഷിപ്ത സരഗുണാഭജംഗിക ഗൂഢകുൽപാകുർമ പൃഷ്ട ജിഷ്ണു പ്രപദാന്വിത നഗരീതി സഞ്ചന്ന നമജ്ജന നമോ ഗുണ പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ ശിഞ്ചാനമണി മഞ്ജീര മണ്ഡിത ശ്രീപദാംബുജ മലകളീ മന്ദഗമന മഹാലാവണ്യ സേവതി സർവാരുണ നവദ്യാംഗി സർവാഭരണ ഭൂഷിത ശിവകാമേശ്വരാംഗസ്ഥ ശിവാസ്വാധീന വല്ലഭ സുമേരുമധ്യ ശൃംഗസ്ഥ ശ്രീമന്നഗര നായിക ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത മഹാപത്മാടവീ സംസ്ഥ കദംബവനവാസിനി സുധാസാഗര മധ്യസ്ഥ കാമാക്ഷി കാമദായിനി ദേവർഷീഗണ സംഘാത സ്തൂയമാനാത്മവൈഭവ ഭണ്ഡാസുരവധോദ്യുക്ത ശക്തിസേനാ സമന്വിത സമ്പത്കരീ സമാരൂഢ സിന്ദൂരവ്രജ സേവിത അശ്വാരൂഢാധിഷ്ഠിത ശ്വകോടികോടിഭിരാവൃത ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത ഗേയചകരരഥാരൂഢ മന്ത്രിണീ പരിസേവിത ഗിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത ജ്വാലാമാലിനികാക്ഷിപ്ത മഹിപ്രാകാരമധ്യക അണ്ഡസൈന്യവദോദ്യുക്ത ശക്തിവിക്രമഹർഷിത വിദ്യാപരാക്രമാടോപ നിരീക്ഷണ സമുത്സുക അണ്ഡപുത്രവദോദ്യുക്ത ബാലാ വിക്രമനന്ദിത മന്ത്രിണ്യാംബ വിരചിത ശങ്കവദോഷിത വിശുക്രമാണഹരണാരാഹി വീര്യനന്ദിത കാമേശ്വര മുഖാലോക കൽപിത ശ്രീ ഗണേശ്വര മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത മണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യസ്ത്ര വർഷിണി കരാങ്കുലി നവോത്പന്ന നാരായണ ദശാകൃതി മഹാപാശുപരാസ്ത്രാഗ്നി നിർദ്രക്താസുര സൈനിക കാമേശ്വരാസ്ത്ര നിർദ്രക്ത സഭണ്ഡാസുര ശൂന്യക ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവ സംസ്തുത വൈഭവ ഹരിനേത്രാഗ്നി സംദഗ്ധ കാമസഞ്ജീവനൌഷധി ശ്രീമദ്വാഗ്ഭവ കൂടൈക സ്വരൂപമുഖ പങ്കജ കണ്ഠാരകടി പര്യന്ത മധ്യകൂട സ്വരൂപിണി ശക്തികൂടൈകതാപന്ന ഹഠ്യതോ ഭാഗധാരിണി മൂലമന്ത്രാത്മിക മൂലകുലത്രയ കളേബര കുളാമൃതൈകരസിക കുലസങ്കേത പാലിനി കുലാംഗന കുലാന്തസ്ഥ കൗലിനി കുളയോഗിനി അകുള സമയാന്തസ്ഥ സമയാചാര തൽപര
മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരുദിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭിവർഷിണി തടില്ലതാ സമരുചി ഷഡ്ചക്രോപരി സംസ്ഥിത മഹാശക്തി കുണ്ഡലിനി വിസതന്തുതനീയസി ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യകുടാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തി ഭക്തസൗഭാഗ്യദായിനി ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യ ഭയാവഹ ശാംഭവി ശാരദാരാധ്യ ശർവാണി ശർമ്മദായിനി ശാങ്കരി ശ്രീകരി സാധ്വി ശരചന്ദ്ര നിപാലന ശാദോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപപ്ലവ നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര നിഷ്കാരണ നിഷ്കളങ്ക നിരുപാധിർനിരീശ്വര നീരാകാരാഗമദന നിർമ്മദാമദനാശിനി നിശ്ചിന്ത നിരഹങ്കാര നിർമോഹാമോഹനാശിനി നിർമ്മമാ മമതാമന്ത്രി നിഷ്പാപാപാപനാശിനി നിഷ്ക്രോധാക്രോധശമനി നിർലോഭാലോഭനാശിനി നിസ്സംശയ സംശയഗ്നി നിർഭവാഭവനാശിനി നിർവികൽപ നിരാപാദ നിർഭേദ ഭേദനാശിനി നിർനാശ മൃത്യുമദനി നിഷ്ക്രിയ നിഷ്പരിഗ്രഹ നിസ്തുല നീലചികുര നിരഹായ നിരത്യയ ദുർലഭ ദുർഗമാ ദുർഗ ദുഃഖഹന്ത്രി സുഖപ്രദ ദുഷ്ടദൂര ദുരാചാര ശമനീ ദോഷവർജിത സർവജ്ഞ സാന്ദ്രകരുണ സമാനാധിക വർജിത സർവശക്തിമയീ സർവമംഗള സദ്ഗതിപ്രദ സർവേശ്വരി സർവമയീ സർവമന്ത്രസ്വരൂപിണി സർവയന്ത്രാത്മിക സർവതന്ത്രരൂപാ മനോന്മനി മാഹേശ്വരി മഹാദേവി മഹാലക്ഷ്മീർമൃഡപ്രിയ മഹാരൂപ മഹാപൂജ്യ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തിർമഹാരഥി മഹാഭോഗ മഹൈശ്വര്യ മഹാവീര്യ മഹാബല മഹാബുദ്ധിർമഹാസിദ്ധിർ മഹായോഗീശ്വരേശ്വരി മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര മഹാസന മഹായാഗ ക്രമാരാധ്യ മഹാഭൈരവ പൂജിത മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി മഹാകാമേശ മഹിഷി മഹാത്രിപുര സുന്ദരി ചതുഷ്ഷഷ്ട്യുപരാരാഢ്യ ചതുഷ്ഷഷ്ടി കലാമയി മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡല മധ്യക ചാരുരൂപ ചാരുഭാസ ചാരുചന്ദ്രകലാധര ചരാചര ജഗന്നാഥ ചക്രരാജ നികേതന പാർവതീ പത്മനയന പത്മരാഗ സമപ്രഭ പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയീ പരമാനന്ദ വിജ്ഞാനഘനരൂപിണി ജ്ഞാനധ്യാനധ്യേയരൂപ ധർമാധർമ്മവർജിത വിശ്വരൂപ ജാഗരിണി സ്വബന്ധി തൈജസാത്മിക സുപ്താപ്രാജ്ഞാത്മിക തുര്യ സർവാവസ്ഥാ വിവർജിത സൃഷ്ടികർत्री ബ്രഹ്മരൂപ ഗോത്രീ ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപ തിരോധാനകരീശ്വരി സദാശിവാനുഗ്രഹത പഞ്ചകൃത്യപരായണ ഭാനുമണ്ഡല മധ്യസ്ഥ ഭൈരവീ ഭഗമാലിനി പത്മാസന ഭഗവതി പത്മനാഭ സഹോദരി ഉന്മേഷ നിമിഷോൽപ്പന്ന വിപന്ന ഭുവനാവലി സഹസ്രശീർഷവദന സഹസ്രാക്ഷി സഹസ്രപാദ് ആ ബ്രഹ്മകീടജനനി വർണ്ണാശ്രമ വിധായിനി നിജാജ്ഞാരൂപ നിഗമ പുണ്യ പുണ്യഫലപ്രദ ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ജ ധൂളിക സകലാഗമ സന്തോഷ ശക്തി സമ്പുട മൗക്തിക പുരുഷാർത്ഥ പ്രദാപൂർണ ഭോഗിനി ഭുവനേശ്വരി അംബികാനാദിനിധന ഹരിബ്രഹ്മേന്ദ്ര സേവിത നാരായണീ നാദരൂപ നാമരൂപ വിവർജിത ക്രീങ്കാരി ക്രീമലീകൃത്യ ഹേയോപാദേയ വർജിത രാജരാജാജ്ഞി രമ്യ രാജീവലോചന രഞ്ജനീ രമണീരസ്യ രണത്തിങ്കിണി മേഖല രമാരാഗേ
മൃദുവദന രുചിരൂപാരതി പ്രിയ രക്ഷാകരി രാക്ഷസഗ്നി രാമാരമണലംബട കാമ്യ കാമകലാരൂപ കദംബ കുസുമ പ്രിയ കല്യാണി ജഗതി ഗന്ധ കരുണാരസ സാഗര കലാവതി കലാലാപ കാന്ത കാദംബരി പ്രിയ വരദാ വാമനയന വാരുണീ മത വിഹ്വല വിശ്വാധിക വേദവേദ്യ വിദ്യാചല നിവാസിനി വിധാത്രി വേദജനനി വിഷ്ണുമായ വിലാസിനി ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി ക്ഷേത്രജ്ഞപാലിനി ക്ഷയവൃത്തി വിനിർമുക്ത ക്ഷേത്രപാല സമർച്ചിത വിജയ വിമല വന്ദ്യ വന്ദാരുജന വത്സല വാഗ്വാദിനി വാമകേശി വന്യമണ്ഡലവാസിനി ഭക്തിമത്കൽപലതിക പശുപാശ വിമോചിനി സമൃത ശേഷപാഷണ്ഡ സദാചാര പ്രവർത്തിക താപത്രയാഗ്നി സംദത്ത സമാഹ്ലാദന ചന്ദ്രിക കരുണീ താപസാരാധ്യ ഹനുമധ്യ തമോപഹ ചിതിസൽപദ ലക്ഷ്യാർത്ഥ ചിദേകര സ്വരൂപിണി സ്വാത്മാനന്ദ രവിഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി പരാ പ്രത്യക്ഷിതീരൂപ പശ്യന്തി പരദേവത മധ്യമാ വൈഖരീരൂപ ഭക്തമാനസ ഹംസിക കാമേശ്വര പ്രാണനാടി കൃതജ്ഞാ കാമപൂജിത ശൃംഗാരരസ സമ്പൂർണ ജയാജാലന്ധര സ്ഥിത കോട്യാണ പീഠനിലയ ബിന്ദുമണ്ഡലവാസിനി രഹോയാഗക്രമാരാധ്യ രഹസ്തർപ്പണതർപ്പിത സത്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷിവർജിത ഷഡംഗദേവതായുക്ത ഷാഡുണ്യ പരിപൂരിത നിത്യക്ലിന്ന നിരുപമാ നിർവാണ സ്വദായിനി നിത്യാഷോഡശികാരൂപ ശ്രീകണ്ഠാർത്ഥ ശരീരിണി പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി മൂലപ്രകൃതിരവ്യക്ത വ്യക്ത സ്വരൂപിണി വ്യാപിനി വിവിധാകാര വിദ്യാസ്വരൂപിണി മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദി ഭക്തഹാബ്ദതമോ വേദ ഭാനുമദ്ഭാനുസന്തതി ശിവദൂതി ശിവാരാധ്യ ശിവമൂർത്തി ശിവങ്കരി ശിവപ്രിയ ശിവപര ശിഷ്ടേഷ്ഠ ശിഷ്ടപൂജിത അപ്രമേയ സ്വപ്രകാശ മനോവാചാമഗോചര ചിച്ചക്തി ചേതനാരൂപ ജഡശക്തിർജഡാത്മിക ഗായത്രീ വ്യാഹൃതി സന്ധ്യ നിജവൃന്ദ നിഷേവിത തത്വാസന തത്വമയി പഞ്ചകോശാന്തരസ്ഥിത നിസീമ മഹിമാ നിത്യ യൗവനാമതശാലിനി മതപൂർണിത രക്താക്ഷി മതപാടല ഗണ്ഡഭൂ ചന്ദനദ്രവനിഗ്രാംഗി ചാമ്പേയ കുസുമപ്രിയ കുശല കോമളാകാര കുലുകുല്ല കുലേശ്വരി കുളകുണ്ടാലയ കൗളമാർഗതൽപര സേവിത കുമാരഗണനാഥാംബ തുഷ്ടിപുഷ്ടിർമതിർധൃതി ശാന്തി സ്വസ്തിമതി കാന്തിർനന്ദിനി വിഘ്നനാശിനി തേജോവതി ത്രിനയനാലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാ മലയാചലവാസിനി സുമുഖി നളിനി സുഭ്രു ശോഭനാസുരനായിക കാലകണ്ഠി കാന്തിമതി ശോഭിണി സൂക്ഷ്മരൂപിണി വജ്രേശ്വരി വാമദേവി വയോവസ്ഥാ വിവർജിത സിദ്ധേശ്വരി സിദ്ധവിദ്യ സിദ്ധമാതാ യശസ്വിനി വിശുദ്ധി ചക്രനിലയ രക്തവർണ ത്രിലോചന ഘട്വാങ്കാരി പ്രഹരണ വദനൈക സമന്വിത പായസാന്ന പ്രിയ ത്വസ്ഥ പശുലോക ഭയങ്കരി അമൃതാദി മഹാശക്തി സംവൃതാടാകിനീശ്വരി അനാഹതാഭ്യനിലയ ശ്യാമാഭാവതനദ്വയ ദംശോജ്വല ക്ഷമാലാദി ധരാരുധിര സംസ്ഥിത കാളരാത്ര്യാദിശക്യ പ്രവൃത സ്നിഗ്ധൗദന പ്രിയ മഹാവീരേന്ദ്ര വരദാരാഭിണ്യാംബാ സ്വരൂപിണി മണിപൂരാഭ്യനിലയ വദനത്രയ സംയുത വജ്രാധികായകോ വേദ രാമര്യാദി ജരാവൃത രക്തവർണ മാംസനിഷ്ഠ ഗുഡാന പ്രീത മാനസ സമസ്ത ഭക്ത സുമരാഹിന്യംബാ സ്വരൂപിണി സ്വാധിഷ്ഠാനം ഭുജഗദ ചതുർവക്ര മനോഹര ശൂലാധ്യായുധ സമ്പന്ന പീതവർണാതിഗർഭിത മേധോദിഷ്ട മധുപ്രീത ബന്ധിന്യാദി സമന്വിത സത്യന്നാസക്ത ഹൃദയ കാകിനീ രൂപധാരിണി മൂലാധാരാംബുജാരൂഢ പഞ്ചവക്രാസ്തി സംസ്ഥിത അങ്കുശാദി പ്രഹരണ വരദാദി നിഷേവിത ദുർഗൗദനാസക്തചിത്ത സാകിന്യാംബാ സ്വരൂപിണി
ആജ്ഞാചക്രാഗ്രനിലയ ശുക്ലവർണ ഷടാനന മജ്ജാ സംസ്ഥാ ഹംസവതി മുഖ്യശക്തി സമന്വിത ഹരിദ്രാനൈകരസിക ഭാഗിനി രൂപധാരിണി സഹസ്രദള പത്മസ്ഥ സർവവർണോപശോഭിത സർവായുധധരാ ശുക്ല സംസ്ഥിത സർവതോമുഖി സർവോദന പ്രീതലിത്തായ ഭിന്യംബ സ്വരൂപിണി സ്വാഹാ സുധാ മതിർവേദ സ്മൃതിരനുത്തമ പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണ കീർത്തന പുരോമജാസിതാബന്ധമോചനീ ബർബരാളക വിമർശരൂപിണി വിദ്യ വീരാദി ജഗത്പ്രസു സർവവ്യാധി പ്രശമനി സർവമൃത്യുനിവാരിണി അഗ്രഗണ്യ ഹിന്ദരൂപ കലികർമ്മനാശിനി കാത്യായനി കാലഹന്ത്രി കമലാക്ഷ നിഷേവിത താംബൂലപൂരിതമുഖീതാടിമീ കുസുമപ്രഭ മൃഗാക്ഷി മോഹിനി മുഖ്യാമനാനി മിത്രരൂപിണി നിത്യതൃപ്ത ഭക്തനിയന്ത്രി നിഖിലേശ്വരി മൈത്രാദിവാസനാലഭ്യ മഹാപ്രളയ സാക്ഷിണി പരാശക്തി പരാനിഷ്ഠ പ്രജ്ഞാന ഘനരൂപിണി മാതൃകാനസാമത്ത മാതൃകാവർണരൂപിണി മഹാകൈലാസ നിലയ മൃണാളമൃതോർലത മഹനീയാദയാമൂർത്തി മഹാസാമ്രാജ്യശാലിനി ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത ശ്രീ ഷോഡശാക്ഷരീ വിദ്യ ത്രിപുരാകാമഘോടിക കടാക്ഷകിങ്കരീഭൂത കമലാകോടി സേവിത ചിരസ്ഥിത ചന്ദ്രനിഭ പാലസ്തേന്ദ്രധനുപ്രഭ ഹൃദയസ്ഥാര വിപ്രഖ്യ ത്രികോണാന്തരീവിക ദാക്ഷായണി ദൈത്യഹന്ത്രി ദക്ഷയജ്ഞ വിനാശിനി ധരാന്തോടിത ദീർഘാക്ഷി ധരഹാസോജ്വലന്മുഖി ഗുരുമൂർത്തിർഗുണവിധിർ ഗോമാതാ ഗുഹ ജന്മഭൂ ദേവേശീ ദണ്ഡനീതിസ്താദഹരാകാശരൂപിണി പ്രതിഭന്മുഖ്യരാകാന്ത വിധിമണ്ഡല പൂജിത കലാത്മിക കലാനാഥ കാവ്യാലാപ വിനോദിനി സജാവനരമാവാണി സവ്യദക്ഷിണ സേവിത ആദിശക്തിരമേയാത്മാ പരമാ പാവനാകൃതി അനേക കോടി ബ്രഹ്മാണ്ഡ ജനനീ ദിവ്യ വിഗ്രഹ ത്രികാരി കേവലാകുര്യ കൈവല്യ പദദായിനി ത്രിപുരാ ത്രിജഗദ്വന്ദ്യ ത്രിമൂർത്തി ശ്രീദശേശ്വരി രക്ഷരീ ദിവ്യഗന്ധാഢ്യ സിന്ദൂരതിലകാഞ്ചിത ഉമാശൈലേന്ദ്രതനയ ഗൗരീ ഗന്ധർവ സേവിത വിശ്വഗർഭ സ്വർണഗർഭ വരദാവാഗതീശ്വരി ജ്ഞാനഗമ്യ പരിച്ഛേദ്യ ജ്ഞാനദാ ജ്ഞാന വിഗ്രഹ സർവവേദാന്ത സംവേദ്യ സത്യാനന്ദ സ്വരൂപിണി ലോപാമുദ്രാചിതാലീല ക്ലിപ്ത ബ്രഹ്മാണ്ഡ മണ്ഡല അദൃശ്യാദൃശ്യരഹിത വിജ്ഞാത്രീ വേദവർജിത യോഗിനി യോഗദാ യോഗ്യ യോഗാനന്ദ യുഗന്ധര ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി സർവാധാര സുപ്രതിഷ്ഠ സദസദ്രൂപധാരിണി അഷ്ടമൂർത്തി വിരജാ ചൈത്രി ലോകയാത്രാ വിധായിനി ഏകാകിനി ഭൂമരൂപ നദ്വൈതാദ്വൈതവർജിത അന്നദാ വസുധാ വൃദ്ധ ബ്രഹ്മാത്മൈക്യ സ്വരൂപിണി ബൃഹതി ബ്രാഹ്മണി ബ്രാഹ്മി ബ്രഹ്മാനന്ദ പരിപ്രിയ ഭാഷാരൂപ ബൃഹത്സേന ഭാവാഭാവ വിവർജിത സുധാരാധ്യ ശുഭകരി ശോഭന സുലഭാഗതി രാജരാജേശ്വരി രാജ്യായിനി രാജ്യവല്ലഭ രാജകൃപ രാജപീഠ വിദേശിതാശ്രിത രാജലക്ഷ്മി കോശനാഥ ചതുരംഗബലേശ്വരി സാമ്രാജ്യദായിനി സത്യസന്ധ സാഗരമേഖല ദീക്ഷിതാ ദൈത്യശമനി സർവലോകവശങ്കരി സർവാർത്ഥദാത്രി സാവിത്രി സച്ചിദാനന്ദരൂപിണി ദേശകാല പരിച്ഛിന്ന സർവകാ സർവമോഹിനി സരസ്വതി ശാസ്ത്രമയി ഗുഹാംബാഗുഹ്യരൂപിണി സർവോപാധി വിനിർമുക്ത സദാശിവപതിപ്രദ സമ്പ്രദായേശ്വരി സാധ്വി ഗുരുമണ്ഡല രൂപിണി പുരോത്തീർണ ഭഗാരാധ്യ മായാ മധുമതീമഹി ഗണാംബാഗുഹ്യകാരാധ്യ കോമളാംഗി ഗുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തി രൂപിണി സനകാഭി സമാരാധ്യ ശിവജ്ഞാനപ്രദായിനി ചിത്തരാനന്ദകലിക പ്രേമരൂപ പ്രിയങ്കരി നാമപാരായണ പ്രീത നന്ദിവിദ്യ നടേശ്വരി വിദ്യാ ജഗദധിഷ്ഠാന മുക്തിദാ മുക്തിരൂപിണി
ലാസ്യപ്രിയാ ലേഖരി ലജ്ജാരംഭാതിവന്ദിത ഭവതാ വസുധാ വൃഷ്ടി പാപാരണ്യത വാനര ദൗർഭാഗ്യദൂലവാദൂല ജലാധ്വാന്തര വിപ്രഭ ഭാഗ്യാബ്ധിചന്ദ്രിക ഭക്തവിസ്തലേഖന രോഗപർവതദംഭോളിർ മൃത്യുദാരുകുടാരിക മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാശന അപർണാ ചണ്ഡിക ചണ്ഡമുണ്ടാസുരനിഷൂദിനി ക്ഷരാക്ഷരാത്മിക സർവലോകേശി വിശ്വധാരിണി ത്രിവർഗധാത്രി സുഭഗാ ത്രയംബകാ ത്രിഗുണാത്മിക സ്വർഗാപവർഗദാ ശുദ്ധ ജപാ പുഷ്പനിഭാകൃതി ഓജോവധി വിവിധര യജ്ഞരൂപാ പ്രിയവ്രത ദുരാരാധ്യ ദുരാധർഷ പാടലീ കുസുമപ്രിയ മഹദീമേരുനിലയ മന്ദാര കുസുമപ്രിയ വീരാരാധ്യ വിരാട്രൂപ വിരജാ വിശ്വതോമുഖി പ്രത്യഗ്രൂപ പരാകാശ പ്രാണദാ പ്രാണരൂപിണി മാർത്താണ്ഡ ഭൈരവാരാധ്യ മന്ത്രിണി ന്യസ്തരാജ്യതോ ത്രിപുരേശി ജയസേന നിസ്ത്രൈകുണ്യ പരാപര സത്യജ്ഞാനാനന്ദരൂപ സാമരസ്യ പരായണ കബർദിനി കലാമാല കാമധു കാമരൂപിണി കലാനിധി കാവ്യകലാരസജ്ഞാരസേവധി പുഷ്ടാപുരാതന പൂജ പുഷ്കരാ പുഷ്കരേക്ഷണ പരം ജ്യോതി പരം ധാമ പരമാണു പരാൽപര പാശഹസ്ത പാശഹന്ത്രി പരമന്ത്ര വിഭേദിനി മൂർധാമൂർധ നിത്യതൃപ്ത മുനിമാനസഹംസിക സത്യവ്രത സത്യരൂപ സർവാന്തര്യാമിണി സതി ബ്രഹ്മാണി ബ്രഹ്മജനനി ബഹുരൂപാബുധാർച്ചിത പ്രസവിത്രി പ്രചണ്ഡാജ്ഞ പ്രതിഷ്ഠാ പ്രകടാകൃതി പ്രാണേശ്വരി പ്രാണദാത്രി പഞ്ചാശൽപീഠരൂപിണി വിശ്വധരാ വിവിക്തസ്ഥ വീരമാതാ വിയൽപ്രസു മുകുന്ദാ മുക്തിനിലയ മൂലവിഗ്രഹരൂപിണി ഭാവജ്ഞാ ഭവരോഗഗ്നി ഭവചക്ര പ്രവർത്തിനി ഛന്ദസാര ശാസ്ത്രസാര മന്ത്രസാര സലോദരി ഉദാര കീർത്തിരുദ്ധാമ വൈഭവാവർണരൂപിണി ജന്മമൃത്യുജരാ തപ്തജല വിശ്രാന്തിദായിനി സർവോപനിഷദുൽപുഷ്ട ശാന്തിനീതകലാത്മിക ഗംഭീരാ ഗഗനാന്തസ്ഥ ഗർഭിതാ ഗാനലോലുഭ കൽപ്പനാരഹിതാ കാഷ്ട കാന്താ കാന്താർത്ഥ വിഗ്രഹ കാര്യകാരണ നിർമുക്ത കാമകേളി തരംഗിത കനൽ കനകതാളങ്ക ലീലാ വിഗ്രഹധാരിണി അജാക്ഷയ വിനിർമുക്ത മുക്താക്ഷിപ്ര പ്രസാദിനി അന്തർമുഖ സമാരാധ്യ വിദുർമുഖ സുദുർലഭ ത്രയീ ത്രിവർഗ നിലയ ത്രിസ്താ ത്രിപുരമാലിനി നിരാമയ നിരാലംബ സ്വാത്മാരാമ സ്വഹാശ്രുതി സംസാര പങ്കദുർമഗ്ന സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകർत्री യജമാന സ്വരൂപിണി ധർമാധാരാധനാരക്ഷ ധനധാന്യ വിവർധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി വിശ്വഗ്രാസ വിദ്രുമാഭ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോനിലയ കൂടസ്ഥാകുളരൂപിണി വീരഗോഷ്ഠി പ്രിയ വീര നൈഷ്കർമ്യാനാഥരൂപിണി വിജ്ഞാനകരണാകല്യ വിദഗ്ധ വൈന്ദവാസന തത്വാധിക തത്വമയി തത്വമർത്ഥസ്വരൂപിണി സാമഗാന പ്രിയ സൗമ്യ സദാശിവ കുടുംബിനി സവ്യാപസവ്യമാർഗസ്ഥ സർവാപദ്യുനിവാരിണി സ്വസ്ഥ സ്വഭാവ മധുര ധീര ധീര സമർച്ചിത ചൈതന്യാർഘ സമാരാധ്യ ചൈതന്യ കുസുമ പ്രിയ സദോദിത സദാ ദുഷ്ട കരുണാദിത്യ വാഹര ദക്ഷിണാ ദക്ഷിണാരാധ്യ രസ്മേന മുഖാമുജ കാലിനി കേവലാനർഘ്യ കൈവല്യ പദദായിനി സ്തോത്രപ്രിയ സ്തുതിമതി ശ്രുതി സംസ്കൃത വൈഭവ മനസ്വിനി മാനവതി മഹേശി മംഗളാകൃതി വിശ്വമാതാ ജഗദ്ധാത്രി വിശാലാക്ഷി വിരാഗിണി പ്രഗൽഭാ പരമോദാര പരാമോദ മനോമയി വ്യോമകേശി വിമാനസ്ഥ വജ്രിണി വാമകേശ്വരി പഞ്ചയജ്ഞ പ്രിയ പഞ്ചപ്രേതമഞ്ജാതിശായിനി പഞ്ചമി പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി ശാശ്വതി ശാശ്വതൈശ്വര്യ ധർമ്മദാ ശംഭുമോഹിനി ധരാധര സുധാധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി ലോകാതീത ഗുണാതീത സർവാതീത ശമാത്മിക ബന്ധൂക കുസുമ പ്രഖ്യ ബാലാലീലാ വിനോദിനി സുമംഗലി സുഭഗലി സുവേഷാഢ്യ സുവാസിനി
സുവാസിന്യർച്ചന പ്രീത ശോഭന ശുദ്ധ മാനസ ബിന്ദുതർപ്പണ സന്തുഷ്ട പൂർവജാ ത്രിപുരാംബിക ദശമുദ്ര സമാരാധ്യ ത്രിപുരാ ശ്രീവശങ്കരി ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയ സ്വരൂപിണി യോനിമുദ്ര ത്രിഖണ്ഡേശി ത്രിഗുണാംബ ത്രികോണക അനഘാത്ഭുതചാരിത്ര വാഞ്ചിതാർത്ഥപ്രദായിനി അഭ്യാസാതിശയജ്ഞാത ഷഡദ്വാതീതരൂപിണി അവ്യാജകരണാമൂർത്തിരജ്ഞാനദ്വാന്തദീപിക ആബാലഭോഗവിദിത സർവാനുല്ലംഘ്യ ശാസന ശ്രീചക്രരാജനിലയ ശ്രീമത്രിപുരസുന്ദരി ശ്രീശിവാ ശിവശക്ത്യൈക്യരൂപിണീ ലളിതാംബിക ഏവം ശ്രീലളിതാ ദേവ്യാ നാംനാം സഹസ്രകം ജഗു. ശ്രീലളിത സഹസ്രനാമസ്തോത്രം സമ്പൂർണം. ശ്രീമഹാദേവ്യൈ നമഃ. ആ ശരി. എന്റെ കയ്യിലുണ്ടായിരിക്കും